ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ എന്തൊരു സിമ്പിളാണ്. ഇതിനെക്കാട്ടി സിമ്പിളായിട്ടുള്ള റെസിപ്പി ഞാൻ വേറെ കണ്ടിട്ടില്ല. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് അതൊരു രക്ഷയില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വേണ്ട. 10 രൂപേൻ്റെ ഓറിയോ പാക്കറ്റ് അത് മാത്രം മതി. നിങ്ങളീ കാണുന്നില്ലേ, അത്രയും പാല് മാത്രം മതി. പാലെല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ, ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ പാല് ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് കൂടെ ഒഴിക്കുമ്പോൾ തന്നെ ഒഴിച്ച ഭാഗമൊക്കെ പെട്ടെന്ന് അലിഞ്ഞു വരും കേട്ടോ. അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കട്ടി പോലെ തോന്നിയോണ്ട് നേരത്തെ പാലെടുത്ത ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് അപ്പക്കാരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പക്കാരം മീൻസ് ബേക്കിംഗ് സോഡ. കഴിഞ്ഞ വീഡിയോയിൽ അപ്പക്കാരം എന്താ ചോദിച്ചിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ബാറ്ററി ഇവിടെ റെഡി. ഇനി ആ പാത്രത്തിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ആവിയിൽ സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ പാത്രമായിട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ താഴെ ഭാഗത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മുടെ ബാറ്ററും കൂടി വെച്ച് കൊടുക്കുക. ഇനി ഇതൊരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ആ വെള്ളമൊക്കെ തിളക്കുന്ന വരെ ഒന്ന് തീ കൂട്ടി വെച്ചു. അതിനുശേഷം ഒന്ന് മീഡിയത്തിൽ ഇട്ടാൽ മതി. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി 10 രൂപേൻ്റെ ഡയറി മിൽക്ക് എടുത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരിളം ചൂടുവെള്ളത്തിൽ 1 മിനിറ്റ് 2 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി. പിന്നെ ഈ കാണുന്ന ലുക്കൊന്നും നിങ്ങൾ നോക്കണ്ട. ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല. ഇത് കഴിച്ചുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. ഞാനിപ്പോൾ തണുപ്പിക്കാണ്ടാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്, ചൂടൊക്കെ കുറച്ച് പോയതിന് ശേഷം. പക്ഷേ ഇങ്ങനത്തെ കേക്കെല്ലാം എനിക്ക് കുറച്ചും കൂടി ഒന്ന് തണുപ്പിച്ച് കഴിക്കാനാട്ടോ ഇഷ്ടം. പക്ഷേ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് ഇങ്ങനെ കഴിച്ചപ്പം തന്നെ എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടമായി. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ പറയുന്നത്. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കിക്കോ. വല്ലാണ്ട് സാധനങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പം ശരി എന്നാ, ബായ്.